പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടോർച്ചറിങ് ടെക്നിക്ക് ഞാൻ പരിചയപ്പെടുത്താം. അതായത് ഒരു കഥ പോലെ പറയാം. ഹിപ്പോലൈറ്റസ് എന്ന് പറഞ്ഞൊരു ലോയർ ഉണ്ടായിരുന്നു. ഈ ലോയർ കല്ലുകളുടെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീഴുമ്പോൾ കുഴിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതേ സംഭവം ഹ്യൂമൻസിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണാൽ എന്ത് സംഭവിക്കും, എന്ത് ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി. ഫിസിക്കൽ എഫക്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ഹൈപ്പോലൈറ്റസ് പക്ഷെ കണ്ടത് സൈക്കോളജിക്കൽ എഫക്ട്സ് ആയിരുന്നു. എക്സ്പെരിമെൻറ്റ് ഭയങ്കര സിമ്പിളാണ്. അതായത് മുകളിലൊരു വാട്ടർ സോഴ്സ് ഉണ്ടാവും. അതിന് ഇറഗുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ റാൻഡമായിട്ട് ഓരോ ഡ്രോപ്പ് ഒരാളുടെ ശിരസിലേക്ക് തലയിലേക്ക് ഇങ്ങനെ വീഴും. നെറ്റിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ തലയിലേക്കായിരിക്കാം. അപ്പോൾ നമുക്ക് തോന്നാം ഒരു ഡ്രോപ്പ് വെള്ളമല്ലേ, എന്താ പ്രശ്നം എന്ന്. ആദ്യത്തെ കുറച്ച് നേരം അത് കുഴപ്പമുണ്ടാവില്ല. ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തുള്ളിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങും. അതായത് ഇറഗുലർ ഇൻ്റർവെൽസിലായതുകൊണ്ട് തന്നെ എപ്പോൾ ഇത് വരും നമുക്കറിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ ആങ്സൈറ്റി മൊത്തത്തിൽ ഷൂട്ടാവും. പ്ലസ് നമ്മുടെ ബോഡിയുടെ അലേർട്ട് സിസ്റ്റം ഈ വെള്ളത്തുള്ളി വന്ന് വീഴണത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ മെൻ്റലി ടയേർഡായി തുടങ്ങും. ഇതിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇപ്പോൾ വരും നോക്കിയിരുന്നിട്ട് നമ്മുടെ ആങ്സൈറ്റി അങ്ങ് മുകളിലേക്ക് സ്കൈ റോക്കറ്റ് ചെയ്യും. ഈ സൈക്കോളജിക്കൽ ഈ പരിപാടി കുറേ നേരം പോയി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ മെൻ്റലി ബ്രേക്ക് ആവും. പ്ലസ് നമ്മുടെ ഈ വെള്ളത്തുള്ളി വീഴണ സ്ഥലം നമുക്ക് ചെറിയ വേദന ഉണ്ടാവും. പക്ഷേ ഈ ആങ്സൈറ്റിയും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ വീണ സ്ഥലത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടും. സൈക്കോളജിക്കൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമുക്കതിനെ പറയാം. ഇതിലൊരു ടോർച്ചറിങ് സാധ്യത കണ്ട അന്നത്തെ ഗവൺമെൻറ് ഇതൊരു ടോർച്ചറിങ് ടെക്നിക്കായിട്ട് എടുത്തു. ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളന്മാർ അല്ലെങ്കിൽ ക്രിമിനൽസ് ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ മെൻ്റലി ടയേർഡ് ആവുകയും കൺഫസ് ചെയ്യും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു തുള്ളി ബ്ലഡ് വീഴാനോ ഫിസിക്കൽ അബ്യൂസ് നടത്തിയിട്ടോ ഇല്ല. പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കുമ്പോൾ ഇത് വളരെ മനുഷ്യത്വം നിറഞ്ഞൊരു ടോർച്ചറിങ് ടെക്നിക്കായിട്ട് തോന്നും. പക്ഷേ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് മനസ്സിലാവുള്ളൂ.